നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു മധുരമാണ് കേട്ടോ, ഒരു പുഡിംഗ് ആണ്. നമ്മൾ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് കാലമായല്ലോ, അതുകൊണ്ടൊരു പുഡിംഗ് ആവാമെന്ന് വിചാരിച്ചു. നമ്മൾ എന്ത് വെച്ചാണെന്ന് അറിയാം, ഉണ്ടാക്കുന്നത് ചിക്കു ഉണ്ടല്ലോ, സപ്പോട്ട വെച്ചിട്ടാണ് പുഡിംഗ് ഉണ്ടാക്കുന്നത്. പണ്ടൊക്കെ എല്ലാം മിക്കവാറും വീടുകളിലൊക്കെ ഈ ഒരു സപ്പോട്ട മരം ഉണ്ടാവുമായിരുന്നു. ഇപ്പം എന്താ പറയുക, നമുക്ക് നാട്ടിൽ പിന്നെയും കാണും, ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് വാങ്ങുക തന്നെ രക്ഷയുള്ളൂ. അത് തന്നെ വാങ്ങിയിട്ട് നല്ലത് കിട്ടിയ അത്രയും ഭാഗ്യം. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം വാങ്ങിച്ചപ്പോൾ നല്ല നല്ല പഴുത്ത സപ്പോട്ടയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ വിചാരിച്ചു ഒരു പുഡിംഗ് ഉണ്ടാക്കാം. പിന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, വേഗം അതിൻ്റെ ആ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിയും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കല്ലേ ആവശ്യമുള്ളൂ. അപ്പം ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒരു ഡെസേർട്ടായിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാണ്ട് വേഗം പോയിട്ട് ഈ സപ്പോട്ട വെച്ചിട്ട് എങ്ങനെയാണ് പുഡിംഗ് ഉണ്ടാക്കാന്ന് നോക്കി വരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സപ്പോട്ട എടുത്തിരിക്കുന്നത് 5 എണ്ണമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവ് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഇതാക്കാം. അതായത് കൂടുതൽ അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇത്രയൊക്കെ ചേർക്കാം, അല്ലെങ്കിൽ കുറഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ പാല് 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ ഇത് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നില്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കൂട്ടിയാൽ മതി. പിന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ചൈന ഗ്രാസ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിപ്പം 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് ഈ ഒരു അളവിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്, എന്നിട്ടാണ് മെൽറ്റ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ മുറിച്ചിട്ടിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഏതാണ്ട് 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സോക്ക് ചെയ്ത് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് സപ്പോട്ട ക്ലീൻ ചെയ്തിട്ട് കഷ്ണങ്ങളായിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സപ്പോട്ട അടിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്, ഒരുമിച്ചാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ അടിച്ചെടുത്തു കേട്ടോ. ഇനി ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് മെൽറ്റ് ചെയ്യാം കേട്ടോ. നല്ലപോലെ മെൽറ്റായിട്ട് വരണം. അപ്പോൾ ഇത് ഏതാണ്ട് ഉരുകി വന്നിട്ടുണ്ട്, നമുക്ക് ഓഫ് ചെയ്യാം. ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ പാല് ചൂടാക്കാണ്, ഒന്ന് തിളപ്പിച്ചെടുക്കണം. ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ പഞ്ചസാര ചിക്കുവിൻ്റെ കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഈ സമയത്ത് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കു അടിച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ നമുക്ക് ഇളക്കി പാലിൻ്റെ കൂടെ യോജിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിപ്പം നല്ലപോലെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചിക്കു നല്ലപോലെ അടിച്ചെടുക്കാം, അല്ലെങ്കിൽ കുറച്ചൊരു കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കാൻ പാകമുള്ള അതുപോലെയും ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊരു ഡിഷിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനി ഒന്ന് ചൂട് തണിഞ്ഞതിന് ശേഷമാണ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ചൂടൊക്കെ തണിഞ്ഞ് ഒരു ഹാഫ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ചോക്കോ ചിപ്സ് വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പം വേറെ ബദാമോ പിസ്തയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ വെച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ്. ഒരു അരമണിക്കൂർ കൊണ്ട് ഫുള്ളായിട്ട് സെറ്റായി കിട്ടേണ്ടതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞു, നമ്മളെ പുഡിംഗ് ഒക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് എടുക്കാം. നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട് കണ്ടോ.
അപ്പോൾ അടിപൊളി ഒരു പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.